إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായ പരിശുദ്ധ റമദാൻ നമ്മിലേക്കൊരു വിരുന്നുകാരനെ പോലെ വരികയും എന്നിട്ട് നമ്മോട് വിട പറഞ്ഞ് തിരിച്ചു പോകുകയും ചെയ്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇന്ന് ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ അറിയേണ്ട കാര്യം, ഈ സുദിനത്തിന്റെ ദിവസത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു സന്തോഷാവസ്ഥയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി, ലിസ്വാഇമി ഫർഹതാനി, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് എന്നുള്ളത്. ഒന്നാമത്തെ സന്തോഷം ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള, നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷം. ഒരു മാസക്കാലം ആ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണപാനീയങ്ങൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ഒരുപക്ഷെ ആ ആസ്വാദനവും ആ സന്തോഷവും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായ സന്തോഷം, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ 70 വർഷത്തെ വഴി ദൂരം അയാളുടെ മുഖം നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റുമെന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാചകമാണ് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് സന്തോഷം നൽകിയ ഒരു കാര്യം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഫർഹത്തുൻ ഇൻദ ലിഖാഹി റബ്ബിഹി, തന്റെ രക്ഷിതാവിനെ, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സന്ദർഭമാണ് അത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ സന്തോഷം നേടിയെടുക്കാൻ കഴിയുന്നവർ മാത്രമാണ് വിജയിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് തന്നെ സൃഷ്ടിച്ച് തന്നെ പരിപാലിക്കുന്ന, തനിക്ക് എല്ലാവിധ നിഅമത്തുകളും നൽകുന്ന ആ റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു പൗർണമി ദിനത്തിൽ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണുവാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നളറ ഇലൽ ഖമരി ലൈലത്തുൽ ബദ്രി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഒരിക്കൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ ചന്ദ്രനിലേക്ക്, പൗർണമി രാത്രിയിലുള്ള പൂർണ്ണ ചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അമാ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ, ഇന്ന് നിങ്ങൾ ഈ ചന്ദ്രനെ പരിപൂർണമായ രൂപത്തിൽ കാണുന്നത് പോലെ നാളെ റബ്ബിനെ നിങ്ങൾക്ക് മഹ്ശറയിൽ വെച്ച് കാണുവാൻ സാധിക്കും. ലാ തുളാമു
നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു മങ്ങലും ഏൽക്കാതെ ആ റബ്ബിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും നിങ്ങൾ ആ നമസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, പരിപൂർണ ചന്ദ്രനെ എത്ര വ്യക്തമായാണ് നാം കാണാറുള്ളത്, അതുപോലെ വ്യക്തമായി തന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ വിശ്വാസികളായ നോമ്പുകാരായ ആളുകൾക്ക് സാധിക്കുമെന്നും അപ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, റമളാനിന്റെ 30 ദിനരാത്രങ്ങളിൽ ഒരുപാട് നന്മകൾ നമ്മൾ പ്രവർത്തിച്ചവരാണ്, ഒരുപാട് സൽക്രമങ്ങൾ നമ്മൾ ചെയ്തതാണ്. ആ ഒരുപാട് സൽക്രമങ്ങളെ നിലനിർത്താൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ്. റമളാനിൽ ഒരു മാസം നാം നിസ്കാരത്തിൽ ജമാഅത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നൽകിയിരുന്നു. നാം എല്ലാ ജമാഅത്തുകൾക്കും കൃത്യമായി പള്ളിയിൽ ഉണ്ടായിരുന്നു. ഇനിയും അത് തുടർന്നെങ്കിൽ മാത്രമേ നോമ്പുകാരന് പറയപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ സന്തോഷം, തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അയാൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ തന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക? നേരിട്ട് അല്ലാഹുവിന്റെ സുഖാനുഭൂതികളുടെ ഭവനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ആരാണ് കടന്നു ചെല്ലുക? അത് അല്ലാഹുവിനെ സൂക്ഷിച്ച മുത്തഖികളായ തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ് സ്വർഗമുള്ളത് എന്നാണ്. മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള സുഖാനുഭൂതികളുടെ ഭവനമത്രേ സ്വർഗം എന്നുള്ളത്. അങ്ങനെ സൂക്ഷ്മത പാലിക്കുകയും തഖ്വ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്ത ആളുകളാണ് സ്വർഗത്തിൽ പോകുക. ആ തഖ്വ ഉണ്ടാകാൻ, ആ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ റബ്ബ് ഒരു മാസക്കാലം നമ്മോട് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞത്, നമ്മോട് വ്രതമനുഷ്ഠിക്കാൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വ്രതാനുഷ്ഠാനം, നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു. എങ്കിൽ സഹോദരങ്ങളെ, ആ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാം ഉണ്ടാകുമോ എന്ന് നാമാണ് പരിശോധിക്കേണ്ടത്. നാമാണ് വിലയിരുത്തേണ്ടത്. തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക എന്നുള്ളതാണ് തഖ്വയുടെ, സൂക്ഷ്മതയുടെ ഏറ്റവും ലളിതമായ നിർവചനമെന്ന് പണ്ഡിതന്മാർ കൃത്യമായി അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മാസക്കാലം നാം അതിനു വേണ്ടിയുള്ള ഒരു പരിശീലനത്തിന്റെ കളരിയിലായിരുന്നു എന്നുള്ളതാണ്. ഹറാമുകൾ കാണുന്നത് നാം കുറച്ചിട്ടുണ്ട്, ഹറാമുകൾ കേൾക്കുന്നത് നാം കുറച്ചിട്ടുണ്ട്, ഹറാമുകൾ പറയുന്നത് നാം കുറച്ചിട്ടുണ്ട്, ഹറാമുകൾ ചെയ്യുന്നത് നാം കുറച്ചിട്ടുണ്ട്. ഹറാമുകളിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാൻ വേണ്ടി ഈ ഒരു മാസക്കാലത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. എങ്കിൽ ഇതിനൊരു തുടർച്ച വേണമെന്നുള്ളതാണ്. ഈ തുടർച്ച നിലനിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അവർക്കാണ് വിജയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. തുടർച്ചയായിക്കൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ, മരണപ്പെടുന്നത് വരെ ഇബാദത്തുകളിലായിക്കൊണ്ട് ജീവിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. നിനക്ക് ദൃഢമായ ഉറപ്പായ കാര്യം വന്നെത്തുന്നത് വരെ നിന്റെ റബ്ബിനെ ആരാധിച്ചുകൊണ്ട്, നിന്റെ റബ്ബിനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ നന്മയിലായിക്കൊണ്ട് നീ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നന്മകൾക്ക് ഒരിക്കലും തന്നെ ഫുൾ സ്റ്റോപ്പ് ഇല്ല, നന്മകൾക്ക് ഒരിക്കലും തന്നെ ഒരു അവസാനമില്ല. മറിച്ച് നന്മകളുടെയും സൽക്കർമ്മങ്ങളുടെയും അവസാനം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തോടു കൂടിയാണ്. അത് അവസാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മരണം എവിടെ വെച്ചാണ്, എപ്പോഴാണ്, ഏത് സമയത്താണ് നാം മരിക്കുക എന്ന് നമുക്കൊരാൾക്കും അറിയുകയില്ല. ഈ റമദാനിന്റെ തുടക്കത്തിൽ നമുക്ക് പരിചയമുള്ള, നമുക്കറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിൽ, ഈ പെരുന്നാൾ ആഘോഷിക്കാൻ അവർ നമ്മോടൊപ്പമില്ല. കഴിഞ്ഞ റമദാനുകളിൽ നമ്മോടൊപ്പം ജീവിക്കുകയും നമ്മോടൊപ്പം സഹവസിക്കുകയും ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ അവർ നമ്മോടൊപ്പമില്ല എന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മളും അവർക്ക് പിന്നിൽ ക്യൂവിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളും ഇതാ മരിക്കാനിരിക്കുന്നവരാണ്. മലക്കുൽ മൗത്ത് നമ്മിലെ അടുക്കിലേക്കും കടന്നു വരുന്ന ആളാണ്. അത്
അതുകൊണ്ട് റമളാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വയും തർബിയത്തും തസ്കിയത്തും അമലു സ്വാലിഹാത്തുകളും നന്മകളും നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ കഴിയണം. തിന്മകൾ പരിപൂർണമായി വടിയുവാനും അങ്ങനെ മുത്തഖികളായിക്കൊണ്ട് സൂക്ഷ്മത പാലിക്കാവുന്ന ആളുകളായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യണമെന്ന് ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരുപാട് തിന്മകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ റമളാനിന്റെ പകലിൽ പോലും അല്ലെങ്കിൽ ഈ റമളാനിന്റെ മാസത്തിൽ പോലും വിശ്വാസികളായ നാം ഓരോരുത്തരും കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് ഏറ്റവും വലിയ തിന്മയായ ലഹരിയെ കുറിച്ച്, മദ്യത്തെ കുറിച്ച്, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ സ്വഹാബി മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇജ്തനിബു അൽ ഖംറ, നിങ്ങൾ മദ്യത്തെ ഉപേക്ഷിക്കണം, നിങ്ങൾ മദ്യം ഒഴിവാക്കണം. ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്, ആ മദ്യം എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയുണ്ടായി. പലപ്പോഴും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിയാണ് പറയാറുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത് സ്വഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മറിച്ച് ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. സഹോദരങ്ങളെ, എല്ലാ തിന്മയുടെയും മാതാവാണ് മദ്യം എന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചരിത്രം, ഒരു സംഭവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശദമായ സുദീർഘമായ ഒരു ഹദീസിലൂടെ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ആ പാഠം? ആ പാഠത്തിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. അഥവാ വളരെ പണ്ട് കാലത്ത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടി ആളുകളിൽ നിന്ന് മാറിയിരുന്ന് ഒഴിഞ്ഞിരുന്നു കൊണ്ട് സന്യാസിയായിക്കൊണ്ട് ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു നല്ല മനുഷ്യൻ, ആ നല്ല മനുഷ്യനെ, അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു സ്ത്രീ തീരുമാനിക്കുകയാണ്. ആ മനുഷ്യനെ നശിപ്പിക്കണമെന്ന് ഒരു സ്ത്രീ തീരുമാനിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീ തന്റെ അടിമയെ ആ സന്യാസിയുടെ അടുത്തേക്ക് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ഒഴിഞ്ഞിരുന്നു കൊണ്ട് ജീവിക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് ഒരു സാക്ഷി പറയാൻ നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞ് ആളെ പറഞ്ഞേക്കുകയാണ്. തന്റെ അടിമയെ ആ സന്യാസിയുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു. അങ്ങനെ ആ സന്യാസിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരികയാണ്. ആ സന്യാസി അല്ലെങ്കിൽ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒഴിഞ്ഞിരുന്ന ആ നല്ല മനുഷ്യൻ ആദ്യം ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന, സാമതിക്കുന്ന വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഓരോ വാതിലുകളും തന്റെ അടിമയാകുന്ന ആ സ്ത്രീയുടെ അടിമ അടക്കുകയാണ്. ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം, ആ വീടിന് ഒരുപാട് വാതിലുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഒരു വാതിലിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് തന്നെ വാതിലിന്റെ കുറ്റിയിടുന്നു. എന്തിനു വേണ്ടി? പുറത്തേക്ക് പോകാതിരിക്കാൻ, ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അവസാനം വാതിലെത്തി അവസാനത്തെ റൂമിലേക്കും എത്തിയപ്പോൾ ആ റൂമിൽ അതാ 3 കാര്യങ്ങൾ. ഒന്ന് സുന്ദരിയായ ഒരു പെണ്ണാണ്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഒരു മദ്യത്തിന്റെ പാത്രമാണ്, മൂന്നാമതൊരു ചെറിയ കുട്ടിയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് ഈ പെണ്ണ് പറയുകയുണ്ടായി, നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് സാക്ഷി പറയാൻ വേണ്ടിയല്ല, മറിച്ച് നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് ഈ 3 കാര്യങ്ങളുണ്ട് ഇവിടെ, ഇതിലേതെങ്കിലും ഒന്നുമായി നീ ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഈ സുന്ദരിയായ പെണ്ണുമായി കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും വ്യഭിചരിക്കുകയും ചെയ്യുക എന്നുള്ള തെറ്റ്, ആ തിന്മ നീ പ്രവർത്തിക്കണം. അതല്ലെങ്കിൽ ഈ പാത്രത്തിലുള്ള മദ്യം അത് നീ കുടിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഈ കുട്ടിയെ നീ കൊല്ലുക എന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നീ ചെയ്യണമെന്ന് ആ സ്ത്രീ ആ മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ്. അവസാനം അയാൾ തീരുമാനിക്കുന്നു, കുട്ടിയെ കൊല്ലുക എന്നുള്ളത് വലിയ പാതകമാണ്, വലിയ തിന്മയാണ്. അന്യായമായി കൊണ്ടൊരാളെ കൊല്ലുക എന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ പാപമാണ്. വ്യഭിചരിക്കുക എന്നുള്ളത് അതും തന്നെ വലിയൊരു പാപമാണ്, തിന്മയാണ്. എന്നാൽ ഈ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ പാപം അത് മദ്യപിക്കുക എന്നുള്ളതാണ്. ആ പാത്രത്തിലുള്ള കള്ള് അത് കുടിക്കുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ മനുഷ്യൻ ആ കള്ള് കുടിക്കാൻ, ആ മദ്യം കുടിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അയാൾ മദ്യം കുടിച്ചു. ആ മദ്യം കുടിച്ചപ്പോൾ ആ പെണ്ണ് വീണ്ടും പറഞ്ഞു, അയാൾക്ക് വീണ്ടും
ഒഴിച്ചു കൊടുക്കുവാൻ മദ്യം വീണ്ടും അയാൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അയാൾ വീണ്ടും കുടിക്കുന്നു. അവസാനം അതാ അയാൾക്ക് ലഹരി ബാധിക്കുകയാണ്. അയാളുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി, അയാളുടെ ബുദ്ധി മറഞ്ഞുപോയി. അങ്ങനെ പിന്നെ അയാളുടെ ബുദ്ധി അങ്ങ് തകരാറായി പോയപ്പോ, ബുദ്ധി നഷ്ടപ്പെട്ടു പോയപ്പോ ആദ്യം അദ്ദേഹം ചെയ്യാൻ മടിച്ചിരുന്ന തിന്മകൾ ഏതൊക്കെയുണ്ടോ, ഒന്നാമത് ആ സ്ത്രീയെ ആ മനുഷ്യൻ വ്യഭിചരിക്കുകയുണ്ടായി. രണ്ടാമത് ആ കുട്ടിയെ ആ മനുഷ്യൻ കൊല്ലുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ്. ആ ലഹരി ഉപയോഗിച്ചത് കൊണ്ട് ആ മനുഷ്യൻ ഈ തെറ്റുകളിലേക്ക് പോകുന്നു. അഥവാ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത്, തെറ്റ് എന്ന് പറയുന്നത്, വലിയ പാപമായ ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളതാണ് എന്നാണ്. മൂന്നാമത്തെ കടുത്തതായ പാപം അത് വ്യഭിചരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ മൂന്ന് പാപങ്ങളും അദ്ദേഹത്തെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതാ ലഹരിയായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ, അതുപോലെ തന്നെ മദ്യത്തിന്റെ, അതുപോലെ തന്നെ അതുപോലെയുള്ള മാഫിയകളുടെ ഒരു കുത്തരങ്ങായിക്കൊണ്ട് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. കൗമാരക്കാരായ ആളുകളും യുവാക്കളായ ആളുകളൊക്കെ വലിയൊരു തോതിൽ നിന്ന് അതിനടിമപ്പെട്ടിട്ടുണ്ട്, ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് നമ്മെ ലക്ഷ്യമുള്ളത് എന്നാണ്. ഈ റമദാനിന് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? സ്വന്തം മാതാവിനെ ലഹരിക്കടിമയായ ഒരു മകൻ വെട്ടിക്കുന്ന ചരിത്രം അല്ലെങ്കിൽ വെട്ടിക്കുന്ന വാർത്ത കോഴിക്കോട് നഗരത്തിന്റെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് നടന്നത് നമ്മൾ വായിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിലെ 5 ആളുകൾ വളരെ ക്രൂരമായി കൊന്ന വാർത്തയും നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഉണ്ടായി എന്നുള്ളതാണ്. ഏറ്റവും ലഹരിക്കടിമപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ പോലും കൊന്നുകളയുന്ന ഒരു വാർത്ത നമ്മൾ വായിക്കുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ അൽ ഹംറു ഉമ്മുൽ ഖബായിസ്, ലഹരി എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞത് എന്നാണ്. സ്വന്തം സഹപാഠിയെ കൊല്ലുന്നവരെ വിദ്യാർത്ഥികളും കൗമാരക്കാരുമായ ആളുകൾ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. സഹോദരങ്ങളെ, സാധാരണയിൽ സമൂഹം വെറുക്കുന്ന അക്രമങ്ങളോട് പോലും ഇളം തലമുറ സമരസപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ മനസ്സാക്ഷിയുള്ള ആരുടെ മനസ്സുകളാണ് വേദനിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ലഹരിയിലേക്കുള്ള എല്ലാ വാതിലുകളും അടക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികളാണ് നാം എന്ന് മുസ്ലിമീകളായ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ടും ലഹരി കേസുകളിൽ എങ്ങനെയാണ് മുസ്ലിം പേരുകൾ കടന്നു വരുന്നത് എന്ന് നാം കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങളെ കുറിച്ച് ആശങ്കപ്പെടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് പരിഹാരങ്ങൾ നേടുകയാണുള്ളത്. സമൂഹം ഒന്നടങ്കം ഇതിന് പരിഹാരം നേടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പരിഹാരത്തിനുള്ള മാർഗങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിലൊന്നാമത്തെ പരിഹാരം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ യുവാക്കൾക്ക് നമ്മുടെ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. കൃത്യമായ മതബോധം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്നുള്ളതാണ്. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറിയാൽ അവർ ഒരു ലഹരിയിലേക്കും പോകുകയില്ല, അവർ അക്രമങ്ങളിലേക്ക് പോകുകയില്ല, അവർ തിന്മകളിലേക്ക് പോകുകയില്ല. അതുപോലെ തന്നെ ഏറ്റവും നല്ല ദീനിന്റെ അന്തരീക്ഷത്തിൽ നാം ആ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ അന്തരീക്ഷം നാം അവർക്ക് ഒരുക്കി കൊടുക്കുവാൻ തയ്യാറായാൽ നമ്മുടെ മക്കളെ ഒരു പരിധി വരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ സൗഹൃദ വലയങ്ങൾ നാം പരിശോധിക്കേണ്ടതുണ്ട്. അവരുടെ കൂട്ടുകെട്ടുകളെ കുറിച്ച് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല കൂട്ടുകെട്ടുകളിൽ മാത്രം അവരെ ചേർക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതാ റമദാൻ കഴിഞ്ഞു, ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിനുമാണ്. ഇനി നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരിതാ ഒരു വേനലവധി കാലത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വേനലവധി അവരുടെ ദീനിന്റെ കാര്യത്തിലും, അതുപോലെ തന്നെ അവരുടെ പരലോകത്തിന്റെ കാര്യത്തിലും, അതുപോലെ തന്നെ നന്മകളിലേക്ക് ഉപയോഗപ്പെടുത്താനും രക്ഷിതാക്കളായ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്ന് ലഹരിയും കൊലപാതകവും ഒക്കെ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അത് സിനിമകളാണ് എന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റുകളാണ് സിനിമകളെന്ന് നമ്മൾ അറിയുകയും എന്നിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് ആ സിനിമ
സീരിയലുകളെയും ഒക്കെ ഒരു മാസക്കാലം നമ്മൾ മാറ്റി നിർത്തിയവരാണ് എങ്കിൽ ഒരു മാസം മാത്രമല്ല നമ്മൾക്കത് മാറ്റി വെക്കേണ്ടത്. ഇനി ഒരിക്കലും അതില്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൗമാരക്കാരായ മക്കളെയും അതുപോലെ തന്നെ യുവാക്കളെയും ഒക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ പിടികൊണ്ടിരിക്കുന്ന ഒന്നാണ് ലിബറൽ ചിന്ത എന്ന് പറയുന്നത്. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ ചോയ്സ് എന്ന് പറയുന്ന മൈ ചോയ്സ്, എന്റെ ജീവിതം എന്റെ താല്പര്യം എന്ന് പറയുന്ന തലത്തിലേക്ക് യുവാക്കളും കൗമാരക്കാരുമായ ആളുകൾ കടന്നു പോകുകയാണ്. ലഹരിയെ നിസാരവൽക്കരിക്കുന്നതിന് പിന്നിൽ സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ആവശ്യം ലഹരി സാർവത്രികമാകുന്ന ഒരു നാടാണ്. ഇത്തരത്തിലുള്ള ആളുകൾ സ്വപ്നം കാണുകയും ഇത്തരത്തിലുള്ള ആളുകൾ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ ഈ ഈദുൽ ഫിത്റിന്റെ സുദിനത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. എന്നാൽ സഹോദരങ്ങളെ, നമുക്കും ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ കൂട്ടത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഈ ലഹരിയെ നമ്മുടെ നാടുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ഭരണനിർമ്മാതാക്കളായ ആളുകൾ ഭരണ സംവിധാനങ്ങളിൽ അതിനുവേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ലഹരിയെ പൂർണ്ണമായി നിരോധിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ധാരാളം കുടിച്ചാൽ ഏത് മത്ത് പിടിച്ചിരിക്കുന്നുവോ ലഹരി ഉണ്ടാകുന്നുവോ എങ്കിൽ അതിലെ ഏറ്റവും ചെറുതുപോലും ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ രാജ്യത്തല്ലേ, അത് ചെറുതായാലും വലുതായാലും ലഹരി എന്ന് പറയുന്ന ഈ മാരകമായ വിപത്തിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ സമൂഹം ഒന്നടങ്കം അതുപോലെ ഒന്നിച്ചു നിന്ന് അത് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്ന ആളുകളെ പലപ്പോഴും എന്തെങ്കിലും ഒഴിവ് കഴിഞ്ഞ് പറഞ്ഞ് അതല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാൻ നിയമമില്ലാതെ കയ്യിൽ വെക്കാനുള്ള ലഹരിയുടെ അളവ് വരെ ഗവൺമെന്റ് തിട്ടപ്പെടുത്തുകയും എന്നിട്ട് അത് കയ്യിൽ വെക്കാൻ അനുവാദിക്കുകയും ചെയ്യുന്ന ആള് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങളാണ് ഒരുപക്ഷെ ഈ സമൂഹത്തെ ഇത്തരമുള്ള തിന്മകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. എന്നാൽ പിടിക്കപ്പെടുന്ന ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ആവർത്തിക്കാത്ത രൂപത്തിലുള്ള മാതൃകാപരമായ ശിക്ഷകാനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങൾ നമ്മുടെ ഗവൺമെന്റ് നടത്തേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, രക്ഷിതാക്കളോട് പറയാനുള്ളത് മക്കൾക്ക് അനാവശ്യമായി പണം നൽകുന്നതിൽ നിന്ന് രക്ഷിതാക്കൾക്ക് ശ്രദ്ധ വേണം എന്നുള്ളതാണ്. അതിനേക്കാളെല്ലാം അപ്പുറത്ത് അവരോട് തുറന്ന് സംസാരിക്കുന്ന രക്ഷിതാക്കളായി നമ്മൾ മാറണമെന്നാണ്. നല്ല അടുപ്പവും മനസ്സ് തുറന്നുള്ള സംസാരവും കുടുംബങ്ങളിൽ നിന്ന് നടക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും പലതും സംസാരിക്കുന്നില്ല, പലതും പങ്കുവെക്കുന്നില്ല. ഇവയില്ലാത്തതിലാണ്, അറിവില്ലാത്തതുകൊണ്ട് നമ്മുടെ സമാധാനം തേടി ലഹരിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ പ്രേമത്തിലേക്കും ഒളിച്ചോട്ടത്തിലേക്കും നീങ്ങുന്നു. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഇമ്പമുള്ള കുടുംബമായി നമ്മുടെ വീടകങ്ങൾ മാറിയാൽ മാത്രമേ ഈ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ്. ഈ നിഗായിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഉമ്മമാരോട്, സഹോദരിമാരോട്, സ്ത്രീകളോട് പറയാറുണ്ട്, നിങ്ങൾ കുടുംബത്തിന്റെ വിളക്കാണ്. സ്ത്രീകൾ കുടുംബത്തിന്റെ വിളക്കാണ്. ഉമ്മമാർ ആ വിളക്ക് കത്തിയാൽ അത് കുടുംബം മുഴുവൻ അത് പ്രകാശപൂരിതമായിരിക്കും. ആ വിളക്കെങ്ങാനും അണഞ്ഞാൽ കുടുംബം മുഴുവൻ ഇരുട്ടിലായി പോകും. അതുകൊണ്ട് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, അവരെ ദീന് പഠിപ്പിക്കേണ്ടത് നമ്മളും ദീന് പഠിക്കുന്നവരാകണം, ദീന് മനസ്സിലാക്കുന്നവരാകണം, അത് പറഞ്ഞു പഠിപ്പിക്കുന്നവരാണ്. നന്മ നിറഞ്ഞൊരു കുടുംബത്തിന്റെ വക്താക്കളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. കുടുംബം ഒന്നാകെ സ്വർഗത്തിൽ കടക്കണമെന്നതാകണം നമ്മുടെ ഓരോ ആഗ്രഹം. അതാണ് അല്ലാഹു നമ്മോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയെ തൊട്ട് നിങ്ങൾ കാത്തുരക്ഷിക്കണമെന്നാണ്. ആ രക്ഷയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനം വിശ്വാസത്തിന്റെ കാര്യം തന്നെയാണ്. കുടുംബത്തിന് ഒന്നാകെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും അനിവാര്യമായി വേണ്ടത് വിശ്വാസവിശുദ്ധിയാണ്, തൗഹീദാണ് എന്നാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവരോട്
പ്രാർത്ഥിക്കുന്ന തന്റെ സങ്കടങ്ങളും തന്റെ ആവലാദികളും തന്റെ വേവലാദികളും തന്റെ പ്രശ്നങ്ങളും റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന, റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു കുടുംബമായി മുവഹിദുകളായി നമുക്ക് ജീവിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. എല്ലാം റബ്ബിൽ സമർപ്പിക്കുമ്പോൾ, എല്ലാം റബ്ബിൽ തവക്കുലാക്കുമ്പോൾ വിശ്വാസികൾ അവരുടെ വിശ്വാസം വിശുദ്ധമാകുന്നത് അപ്പോഴാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നോമ്പിനോടുകൂടെ നോമ്പിന്റെ കൂട്ടത്തിൽ പറഞ്ഞത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ ഏറ്റവും സമീപസ്ഥനാണെന്ന് നീ അവരോട് പറയണം. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന് നീ അവരെ അറിയിക്കണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം, അവന്റെ മേൽ ാക്കുക. ആ റബ്ബിൽ എല്ലാം അർപ്പിക്കുന്നവർക്കാണ് പരിപൂർണമായ നിർഭയത്വമുള്ളത്, അവർക്കാണ് ആശ്വാസമുള്ളത്, അവർക്കാണ് നിർഭയത്വമുള്ളത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്നാണ്. ഈമാനിൽ ഉൽമ കലർന്നിട്ടില്ലാത്ത, അഥവാ ശിർക്ക് കലർന്നിട്ടില്ലാത്ത ഏകദൈവ ആരാധനയുടെ തൗഹീദിന്റെ കലകറഞ്ഞ മുവഹിദുകളാകാൻ സാധിച്ചാൽ ഉലൈക ഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത് എന്നാൽ. വിശ്വാസം അടിയുറച്ചവര് ഒരിക്കലും തന്നെ ഫാഷിസം നമ്മെ വിഴുങ്ങുമെന്ന ഭയം അത് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മുസ്ലിമാണ് എന്നതിൽ വിശ്വാസികളായ മുസ്ലിങ്ങളായ നമ്മൾ അഭിമാനബോധമുണ്ടാവണം. ഒരിക്കലും തന്നെ മുസ്ലിമാണ് എന്നതിൽ അഭിമാനബോധമുള്ളവര് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ആ മുസ്ലിമാണ് എന്നറിയിക്കുന്ന ഐഡന്റിറ്റിക്ക് പോലും മുസ്ലിങ്ങൾ എന്ന് ഭയക്കുകയാണ്. താടി നീട്ടി വളർത്തുന്നതിനെയും അതുപോലെ തന്നെ അവരുടെ മുഖം മറച്ചുകൊണ്ട് നിഖാബ് ധരിക്കുന്നതിനെയും ഒക്കെ കാണുന്ന മുസ്ലിങ്ങളെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സഹോദരങ്ങളെ, ഇത് മാറിയില്ല എങ്കിൽ നമ്മൾ നിന്ദ്യരായിപ്പോഴും. നമ്മുടെ ദീൻ കൊണ്ടാണ് നമ്മൾ കാണിക്കേണ്ടത് അഭിമാനം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നാ കുന്നാ അദല്ലു ഖൗമിൻ, ഞങ്ങളിതാ ഏറ്റവും നിന്ദ്യരായ ഒരു സമുദായമായിരുന്നു, നിന്ദ്യരായ ഒരു സമുദായമായിരുന്നു ഞങ്ങൾ. എന്നാൽ ഇസ്ലാം കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് പ്രതാപം നൽകി, ഇസ്ലാം കൊണ്ട് അല്ലാഹു നൽകി. അല്ലാഹു നമുക്ക് പ്രതാപം ചെയ്തതല്ലാത്ത വല്ല കാര്യങ്ങൾ ആരെങ്കിലും പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിന്ദ്യരാക്കി കളയുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനൊരു മുസ്ലിമാണ് എന്നതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനികളാകുക, അഭിമാനിക്കുക. അല്ലാഹു പറഞ്ഞ എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. ഇതാണ് ഈ റമദാനിന്റെ ഒരു മാസം കൊണ്ട് നാം പരിശീലിച്ചെടുത്തത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഈദിന്റെ സുദിനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ്. എന്നാൽ ആഘോഷത്തിന്റെ ഇസ്ലാമിക മാനം അതൊരിക്കലും തന്നെ മറന്നു പോകുകയരുത്. ഹറാമുകളിലേക്ക്, തിന്മകളിലേക്ക്, തെറ്റുകളിലേക്ക് നമ്മുടെ ആഘോഷം ഒരിക്കലും പോകാൻ പാടില്ല. നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല, നമ്മുടെ കൂട്ടത്തിലെ പാവപ്പെട്ടവരെ നമ്മൾ മറക്കാൻ പാടില്ല, രോഗികളായ ആളുകളെ നമ്മൾ മറക്കാൻ പാടില്ല, അശരണായ ആളുകളെ നമ്മൾ മറക്കാൻ പാടില്ല. പെരുന്നാളിന്റെ ദിനത്തിൽ ഒരു സുന്നത്തുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ഭംഗം വരാൻ പാടില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും ഒക്കെ സന്ദർശിക്കുന്നതിനും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നതിനും പരസ്പരം അതുപോലെ തന്നെ ഈദിന്റെ കൈമാറുന്നതിനും ഒരിക്കലും ഒരു കുറവും വരുത്താൻ പാടില്ല. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. പെരുന്നാളിന്റെ സുദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം സ്വതക്ക ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്വതക്ക ദാനധർമ്മം നമ്മൾ വർദ്ധിപ്പിക്കണം. സഹോദരിമാരോട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രത്യേകമുണ്ട്. ഈ നിങ്ങൾ സ്വതക്ക ചെയ്യണം, ദാനധർമ്മം ചെയ്യണം. അത് നിങ്ങളുടെ നരകമോചനത്തിലുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നിരന്തരമായി പ്രാർത്ഥിക്കുക. എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും, എല്ലാവിധ വിപത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും ഒക്കെ രക്ഷിക്കാൻ അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പ്രാർത്ഥനകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസികളെ നമ്മൾ മറന്നു പോകരുത്. പ്രത്യേകിച്ച്
ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങളെ ഓർക്കാതെ അവരെ സ്മരിക്കാതെ നമ്മുടെ നമ്മുടെ പെരുന്നാൾ അത് പൂർണ്ണമാക്കുകയില്ല എന്നുള്ളതാണ്. പകലുകളിൽ പോലും മസ്ജിദുകൾക്ക് മുകളിൽ അമേരിക്കൻ പട്ടാളത്തിന്റെ സഹായത്തോടു കൂടി ജൂതന്മാർ ബോംബ് കൊണ്ടുവന്നിട്ട് എത്രയും സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും മരണപ്പെട്ട വാർത്ത നമ്മൾക്ക് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ പരിശുദ്ധമായ റമദാനിൽ കരാളഹസ്തങ്ങളിൽ അവിണപ്പിഴഞ്ഞു വീണ് ആ മരിച്ച നൂറുകണക്കിന് മനുഷ്യന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ്. അള്ളാഹു അള്ളാഹു പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ. പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയം നൽകുമാറാകട്ടെ. അവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥന മാത്രമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടി, നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം ആത്മാർത്ഥമായ നമ്മുടെ തന്നെയാണ്. ആത്മാർത്ഥമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അത് നമ്മൾ ഈ ഈദിന്റെ സുദിനത്തിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അല്ലാഹുവേ, പലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ വിജയം നൽകണമേ. അവരിൽ നിന്ന് പോയ സ്വർഗം നൽകണമേ. അവരിൽ രോഗികളായ ആളുകൾക്ക് നീ ശമനം നൽകണമേ. അല്ലാഹുവേ, വളരെ പെട്ടെന്ന് തന്നെ ഈ ജൂദായിസത്തിന്റെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും അക്രമങ്ങളിൽ അവർക്ക് പരിപൂർണമായ സമാശ്വാസവും നൽകണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈദുൽ ഫിത്റും നമ്മൾ ചൊല്ലിയ തക്ബീറും നമ്മുടെ നമ്മുടെ നമസ്കാരവും നമ്മുടെ മറ്റു ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കർമ്മങ്ങളിലൂടെയും അല്ലാഹു നമുക്ക് ഈമാനും അതുപോലെ തന്നെ ഇഹ്സാനും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ജീവിതാന്ത്യം വരെ റമദാനിൽ നേടിയെടുത്ത തഖ്വയും തസ്കിയത്തും നിലനിർത്താൻ വിശ്വാസികളായ നമുക്ക് അല്ലാഹു തൗഫീഖും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാലം വിളിക്കപ്പെടുമ്പോ ആ കവാടത്തിലൂടെ കടന്നു പോകാൻ ഭാഗ്യം ലഭിക്കുന്ന അനുഗ്രഹീതവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ദുനിയാവിലെ എല്ലാ ശർറുകളിൽ നിന്നും പരലോകത്തെ എല്ലാ ശർറുകളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണമേ. ഞങ്ങളുടെ കർമ്മങ്ങളെ, ഞങ്ങൾ ചെയ്ത ഇബാദത്തുകളെ നാളെ പരലോകത്തെ മീസാനിൽ കരം തൂകുന്ന കർമ്മങ്ങളായി അല്ലാഹുവേ നീ സ്വീകരിക്കണമേ എന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അതുപോലെ തന്നെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് നീ ആശ്വാസം നൽകണേ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളോട് പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നിന്റെ കാരുണ്യമില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നിന്റെ കാരുണ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളായി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന, സമൂഹത്തിന് ചെയ്യുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. മക്കൾക്ക്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളായി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ ആക്കി തീർക്കണമേ. അല്ലാഹുവേ, എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ رحمه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. اللهم أنجز المسلمين في كل مكان. اللهم أنجز المسلمين المستضعفين في فلسطين وانصرهم يا رب العالمين. اللهم أنجز المسلمين المستضعفين
المستضعفين في فلسطين وانصرهم يا حي يا قيوم. اللهم أنجز المسلمين والمستضعفين في فلسطين وانصرهم يا حي يا قيوم. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصرهم نصر عزيز مقتدر. اللهم عليك بأعداء الدين. اللهم عليك بأعداء الدين. اللهم عليك بأعداء الدين. اللهم عليك باليهود إنهم لا يعجزونك يا جبار. اللهم عليك باليهود إنهم لا يعجزونك يا جبار. اللهم عليك باليهود إنهم لا يعجزونك يا جبار. اللهم أنكر المسجد الأقصى. اللهم أنكر المسجد الأقصى. اللهم أنكر المسجد الأقصى. اللهم تقبل صلاتنا وصيامنا وقيامنا وركوعنا وسجودنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه وأصحابه أجمعين والحمد لله رب العالمين.